നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികപരമായി ചെറിയൊരു വീഴ്ച വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. എന്തെല്ലാം നേട്ടങ്ങളും ഗുണപരമായ അനുഭവങ്ങളും വന്നാലും സാമ്പത്തികപരമായ ചെറിയൊരു വീഴ്ച വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾ ഈ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. നിങ്ങൾ ഈ സഹായിക്കുന്നത് മൂലം അയാൾ നിങ്ങളുടെ ശത്രുവായി മാറുന്നു. നിങ്ങൾക്ക് ആ കൊടുത്ത സാമ്പത്തികം തിരിച്ച് കിട്ടാതെ വരുന്നു. നിങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ നിന്നുമാണ് അത് വാങ്ങിക്കൊടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ധനം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. നിങ്ങൾ ജാമ്യം നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ആ സാമ്പത്തികം മുടക്കേണ്ട അവസ്ഥ. എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഗവൺമെൻറ് പരമായി, അത് ബാങ്ക് പരമായിട്ടുള്ള ലോണുകൾ വരെ മുടങ്ങാനുള്ള സാധ്യത. സാമ്പത്തിക പിരിമുറുക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക. ഒരു ക്ഷമയില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. അതായത് എന്ത് കാര്യത്തിനും എടുത്തടിച്ച് സംസാരിക്കുക. ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മളുടെ മാത്രം ശ്രദ്ധയിൽ ആ ഒരു കാര്യം മറുപടി പറയുകയും അത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. എടുത്തു ചാടിയുള്ള പെരുമാറ്റവും സംസാരവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങളിൽ എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും വിജയിക്കുവാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ കാണുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾ തങ്ങൾക്ക് മാർക്ക് ലഭിക്കുവാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്ത് അവർ പഠിക്കുകയായിരിക്കും. എന്നാൽ അവർ ഒരു 95% മാർക്കിന് എക്സാം എഴുതിയെന്ന് കരുതി കാത്തിരിക്കുന്ന സമയത്തായിരിക്കും റിസൾട്ട് വരുമ്പോഴേക്കും അവർക്കത് 80-85% മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് വേർപെട്ട് താമസിക്കുന്ന ദമ്പതികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് ചേരുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം വാങ്ങുക. വാഹന സംബന്ധമായ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മാനസികപരമായി ചില പിരിമുറുക്കങ്ങൾ, ടെൻഷൻ കൂടുക, ഇങ്ങനെയൊക്കെയുള്ളൊരു വിഷയം മറ്റുള്ളവരുടെ പ്രശ്നം തീർക്കുവാൻ വേണ്ടി മുന്നിൽ നിൽക്കും. എന്നാൽ നമുക്കുണ്ടാകുന്ന മാനസിക പ്രശ്നം വളരെ കൂടുതലായി കാണുന്നുണ്ട്. ദീർഘ യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ അത്